വദ്വാഉൽ മുരീദി അൽ ഉലമാ വൽ ഉമറാ ഇലാ വലീമത്തി ബൈത്തിഹി. ചില ആൾക്കാർ ആലിമീങ്ങളെയും തങ്ങന്മാരെയും വലിയവരൊക്കെ നാട്ടിലെ വീട്ടിലെ സൽക്കാരത്തിന് ക്ഷണിക്കും. ആ ക്ഷണിക്കൽ കൊണ്ട് മൂപ്പരെ താല്പര്യം എന്താണ്? ജനങ്ങളെ മനസ്സിൽ വലിയ ആളാവണമെന്ന താല്പര്യം. എന്ന് പറഞ്ഞാൽ എൻ്റെ 4 മക്കളുടെയും നിക്കാഹ് ആണ് കഴിച്ചത്, പിന്നെ ഇന്നത്തെ മൗലിദിന് ഉച്ചക്ക് അവർ വരും, രാത്രി ഇവർ വരും, അങ്ങനെ ഉണ്ടാവില്ല. ഹൈ ലെവൽ ഡയലോഗ് അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർ ഈ ഗൾഫിലെല്ലാം നിന്നിട്ട് നാട്ടിലെത്തിയാൽ പറയുന്ന പ്രയോഗം ഭയങ്കര അദബുകേടുള്ള വർത്താനായിരിക്കും. അബുദാബിയിൽ അധികവും പേരോട് എൻ്റെ റൂമിൽ തന്നെയാണ് മിക്കപ്പോഴും താമസിക്കൽ. പൊന്മുളവിൻ്റെ അധികം ഞാനല്ലേ വണ്ടി എടുത്തിട്ട് പോകുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്ന നോക്കിയാൽ? മല പോലുള്ള ആലിമീങ്ങളെ കുറിച്ച്. ആ കൊടലിൻ്റെ ഹുങ്കും 2 തക്കാഫുലിൻ്റെ കിബറുമാണത്. ആരെ ബോധിപ്പിക്കാനാ മക്കൾ ഇതൊക്കെ നമുക്ക് കൊടുക്കണത്? എന്താ ഈ വർത്താനത്തിൻ്റെ അദബുകേട് നോക്കിങ്ങൾ? പൊന്മളയാ? ആരാ ഈ പൊന്മള ഉസ്താദ്? ആരാ പേരോട് ഉസ്താദ്? ആരെ കുറിച്ച് അങ്ങനെ പറയല്? നിങ്ങളറിയോ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? സിയറു അലാമിൻ നുബലായിൽ കാണാം. അബ്ബാസ് അങ്ങക്ക് മനസ്സിലായി പ്രായം കൊണ്ട് വലുത് ആരാണെന്നാണ് ചോദിക്കണത്. പ്രായം കൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നല്ലേ നബി തങ്ങളെക്കാൾ മൂത്തത്. പക്ഷെ വലുത് എന്ന പ്രയോഗം ഉള്ളത് കൊണ്ട് അബ്ബാസ് അങ്ങയുടെ മറുപടി നോക്കണേ, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി, ഹുവ അക്ബറു മിന്നി, മുത്തുനബിയാണ് എന്നേക്കാൾ വലുത്, വഉലിത്തു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചേ ഉള്ളൂ. അത് നോക്കണ്ട. എന്താ വർത്താനം, എന്തൊരു അദബാ നോക്കിങ്ങള്. ഈ സക്കാഫി നിങ്ങളപ്പനെ പഠിച്ചതാ, എൻ്റെ കുറേ ജൂനിയറാണ്. എങ്ങനെയുണ്ട്? മദ്ദ് നീട്ടിയത് സൂപ്പറായിട്ടില്ലേ? എന്താ നീട്ടലുകൊണ്ട് താല്പര്യം ഉണ്ടായത്? എന്താ അതിനെ കൊണ്ട് കാര്യം? എന്തിനാ അങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ ചെറുതാക്കേണ്ട ആവശ്യം? ഷാറാനിമ പറയാ, ചിലരെ ആലിമീങ്ങളെയും വലിയവരൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് നാട്ടുകാരെ മനസ്സിൽ വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനും അവരും ആ ഉസ്താദും തങ്ങളും വലിയ ബന്ധാണ്, എൻ്റെ എല്ലാ മക്കളുടെ നിക്കാഹ് അങ്ങനെയാണെന്നൊക്കെ പറയണേ. അങ്ങനെ ദുനിയാവിന് വേണ്ടി മഹാന്മാരെ സ്നേഹിക്കുന്നത് വദാലിക മിൻ അസ്ബാബിൽ ഹലാക്ക്, ഒരാൾ നശിച്ചു പോവാനുള്ള വഴി അതാണെന്ന് മഹാൻ എഴുതി വെക്കുന്നത് കാണാം. അങ്ങനെയൊന്നും നമ്മളിൽ നിന്നുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുവന്നത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്തിന്? നബി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് നിസ്കരിച്ചു തരാവോ? എന്തിന്? ലി അൻ യതബറക ബിഹി, ബർക്കത്തെടുക്കാൻ. അതാ നമ്മളെ താല്പര്യം ഉണ്ടാണ്. ഒരു തങ്ങള്, ഒരു ഉസ്താദ് നമ്മളെ വീട്ടിൽ വന്നാൽ കൂടെ ഒരു സെൽഫി എടുക്കാനല്ല, പിന്നെന്തേ എൻ്റെ വീട്ടിൽ എല്ലാ ആലിമീങ്ങളും വന്നിട്ടുണ്ട്, നിങ്ങളും കൂടി ബാക്കിയുള്ളൂ എന്ന് പറയാനുമല്ല. പിന്നെന്താ? ഉഖ്റവിയായ നേട്ടമാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്. ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ഒരാൾ ചെയ്താൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഖൽബ് മരിച്ചു പോകുമെന്ന് ഇതേ ഷെഹ്റാൻ ഇമാം എന്നെ തംബീഹുൽ മുഖ്തരീനിൽ പറയുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരാള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഉസ്താദ് 50 ലക്ഷത്തിന്റെ സക്കാത്ത് എങ്ങനെ വരിക? 50 ലക്ഷത്തിന്റെ സക്കാത്ത് എന്തിനാ എനിക്കെന്തിനാ 50 ലക്ഷത്തിന്റെ സക്കാത്തൊക്കെ? എൻ്റെ ബിസിനസ്. എന്ത് ബിസിനസ്? ദുബായിലുള്ള 50 ലക്ഷത്തിന്റെ സക്കാത്തോ? ആ ഉസ്താദ് 2-3 കോടിന്റെ ബിസിനസ് ആണല്ലോ, നമ്മൾ പാർട്ട്ണർമാരാണല്ലോ. ശരി, 50 ലക്ഷത്തിന്. അപ്പൊ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നതിനാ അയാളുടെ ആഹ്റം സക്കാത്തൊക്കെ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ. ഞാൻ ചിന്തിക്കുന്നത്, ശരി 50 ലക്ഷം ഉണ്ടല്ലേ, ഇടക്കിടക്ക് കടം വാങ്ങാലോ. അയാൾ എന്നെ സമീപിച്ചത് ആഹ്റം കിട്ടാൻ, ഞാൻ തിരിച്ചു വിചാരിക്കണത് അയാളുടെ ദുനിയാവ് കിട്ടണം എന്നാണെങ്കിൽ ഹദ്ദാദ് ഇമാമിന്റെ ഹിക്മ പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളും പുറവും കെട്ട് നാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഖൽബിന് രോഗം വന്നു പോകരുത് എന്നതുകൊണ്ടാണ് ഇത്രയും ഞാൻ വിശദീകരിച്ചത്. അള്ളാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കട്ടെ. അങ്ങനെ പരസ്പരം നന്മകൾ ഉപദേശിക്കുന്ന കൂട്ടുകാരാവണം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 7 ഉപദേശങ്ങൾ എണ്ണി പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അർത്ഥം വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും, മോനെ അബൂദർറെ, മോന് പാവങ്ങളെ നന്നായി സ്നേഹിക്കണം.
പാവങ്ങളോട് നല്ല അടുപ്പവും ഉണ്ടാവണം. പാവങ്ങളെ സ്നേഹിക്കുന്നത് ഖൽബ് നന്നാവാനുള്ള വഴിയാണ്. പാവങ്ങളെ പരിഗണിക്കാത്തവന്റെ ഇബാദത്ത് ആഖിറത്തിൽ എന്തായിരിക്കും? കണ്ടോ, സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം സ്വീകരിക്കുന്നതല്ല. കണ്ടോ നിങ്ങള്, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പാവങ്ങളെ നമ്മൾ നന്നായി പരിഗണിക്കണം. ഈ വിഷയത്തിൽ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾക്കൊരു കിതാബുണ്ട്. അതിൽ പറയുന്നതാണ്, പാവങ്ങളെ പരിഗണിക്കുന്നവരുടെ ഖൽബ് ശുദ്ധിയുള്ള ഖൽബായിരിക്കും. എന്തുകൊണ്ട്? പാവങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചൊന്നും കിട്ടാനല്ല സ്നേഹിക്കുന്നത്, നമുക്ക് തന്നെ അറിയാലോ. കാരണം എന്തുകൊണ്ട്? പാവത്തിൻ്റെ അടുത്ത് എന്തുണ്ടായാലും അധികാരമില്ല, സമ്പത്തുമില്ല, ഒന്നുമില്ല. മഹാനായ സുൽത്താനുൽ ഉസ്താദ് ഇത്രയും യതീമക്കളെ സ്നേഹിച്ചതും ഇത്രയും മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ചതും അവരെ വലിയ പ്രതിഭകളാക്കിയത് ഉസ്താദിന് എന്തൊക്കെ തിരിച്ചു കിട്ടാനാ? എന്ത് കിട്ടാൻ? സൗദിയിൽ പ്രയാസപ്പെട്ട് റിയാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും സമസ്ത പിളർന്ന് കല്ലേറും പ്രാതികൂല്യ സാഹചര്യങ്ങൾ നേരിടുമ്പോഴും തുർക്കിയ യത്തീങ്ങാനിലെ മുത്തഅല്ലിമീങ്ങൾക്കും യത്തീം കുട്ടികൾക്കും ഉസ്താദ് ബിരിയാണി തന്നെയാണ് കൊടുത്തത്. ഈ ലോകം മുഴുവനും കോളിളക്കമുണ്ടായിട്ടും വഴിയിൽ യാത്രാമധ്യേ എല്ലാ പ്രതിസന്ധിയും ഉണ്ടായിട്ടും പലപ്പോഴും പ്രതിസന്ധികളുടെ നൂലാമാലകൾ ചുറ്റുവട്ടത്തുണ്ടായിട്ടും തുർക്കിയ മക്കൾക്ക് യത്തീം കുട്ടികൾക്ക് ഒരു പ്രയാസവസ്ഥ കൊടുത്തിട്ടില്ല. അന്ന് പഠിച്ച ആദ്യകാലത്തെ കുട്ടികൾ ഇപ്പോഴും പറയും, ഉസ്താദിനെ കണ്ടാൽ ഉസ്താദ് പറയും, അന്ന് നിങ്ങൾക്ക് ആ വെള്ള ഷർട്ടും വെള്ള പാൻറ്റിനുള്ള തുണി ഏറ്റവും മുന്തിയ തുണിയാണ് ഞാൻ അന്ന് വാങ്ങിത്തന്നത് എന്ന്. നിങ്ങൾക്ക് കുപ്പിയില്ല എന്നുള്ളൊരു വിഷമം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടില്ല. കല്ലേറ് പുറത്തുനിന്ന് വരുമ്പോഴും കൂക്കിവിളികൾ പുറത്തുനിന്ന് വരുമ്പോഴും ഉസ്താദ് മക്കളെ സ്നേഹിക്കുന്ന പോലെ അല്ല, കല്ലബി ഷഫീഖ്, ഒരു സ്നേഹനിധിയായ ഉപ്പയെ പോലെ യതീമക്കളെ പരിഗണിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഉപദേശം. മോനെ അബൂദർറെ, പാവങ്ങളെ നന്നായി സ്നേഹിക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരെന്നെ അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പാന്നാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ പേര് ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ എന്നാണ്. നമ്മളൊക്കെ പാവങ്ങളെ നന്നായി പരിഗണിക്കണം. പണക്കാരുടെ കൂടെ ജീവിച്ച് പാവങ്ങൾ അവഗണിക്കുമ്പോൾ നമ്മുടെ ഖൽബ് ചീത്തയാകും. അങ്ങനെ സംഭവിച്ചുകൂടെ. നമുക്ക് പാവങ്ങളോട് ഹുബ്ബുണ്ടാവണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പാവങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏത് പാവമുണ്ടെങ്കിലും അവിടെ പോയിട്ട് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. എല്ലാ ദിവസവും രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പാവങ്ങളായ അഹ്ലുസുഫത്തിൽപ്പെട്ട സ്വഹാബിമാര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാതെ പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരാറില്ല. ചില ഘട്ടങ്ങളിൽ പണക്കാരായ സ്വഹാബിമാരോട് ചോദിക്കും, എത്ര ആളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും? 2 പേരെ. എന്ന പേര് 2 ആൾ വരി, 2 ആളെ കൊണ്ടുപോകും. മോനിക്ക് എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും? 4 ആളെ കൊണ്ടുപോകാൻ പറ്റുമോ? 4 സുഫത്തിന്റെ മെമ്പർമാരെ വിളിക്കും, അവര് കൊണ്ടുപോകും. ഇത് കേട്ടപ്പോൾ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു 83 ആളെ കൊണ്ടുപോയിക്കോളാം. വരി, 83 ആള്. കണ്ടോ, പണക്കാർക്ക് പണം കൊണ്ട് സ്വർഗവും പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റുകയും ചെയ്യുന്ന ഒരേ സമയത്ത് മൾട്ടി ലെവൽ വർക്കാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ കാണുമ്പോൾ അവിടത്തേക്ക് വേദനിക്കും. യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് അവിടുന്ന് 2 വിരൽ ഉയർത്തിയത് കൊണ്ടല്ലേ ലോകത്തെ മുഴുവൻ യതീംഖാനയിലെ മക്കൾക്കും ഡിലീഷ്യസ് ഫുഡ് കിട്ടണത് അല്ലേ? ലോകത്തെ എല്ലാ ആലിമീങ്ങൾക്കും സംഘാടകർക്കും തകാഫുലിന്റെ വഅള് പറയാൻ അവിടുന്ന് ഈ 2 വിരൽ ഉയർത്തിയ കണ്ടന്റ് അല്ലേ നമുക്ക് പറയാനുള്ളത്? അനാഥകളെ മുഴുവനും ഏറ്റവും മനോഹരമായ ലോകത്തേക്ക് എത്തിക്കുന്നു. കണ്ടോ, ഇതാണ് റിഫായി ഷേഖ് ഏറ്റെടുത്തത്. എവിടെ പാവങ്ങളുണ്ടെന്നറിഞ്ഞോ അവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കും. എവിടെ രോഗി ഉണ്ടെന്നറിഞ്ഞോ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ സന്ദർശിക്കും. അവരുടെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കൽ മാത്രമല്ല, ആ വീട്ടിൽ രോഗികൾ അഴിച്ചിട്ടിരിക്കുന്ന വസ്ത്രം മുഴുവനും അലക്കി കൊടുക്കും. ഈ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു തിരുറൗലയിൽ പോയിട്ട് പറയാ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ,
അഹമ്മദിന്റെ മനസ്സും ആത്മാവും എപ്പോഴും മദീനയിൽ തന്നെ നബിയെ. ഇന്നിതാ ഉടലോടെ വന്നിട്ടുണ്ട്. എനിക്കൊരു പൂതിയുണ്ട്, പറയട്ടെ, ആഗ്രഹമുണ്ട്, ഒന്ന് തങ്ങളുടെ മുന്നിൽ ചൊല്ലട്ടെ. ഫംദുദ് യമീനക്, തങ്ങളുടെ രണ്ട് കൈ ഈ അഹമ്മദിനൊന്ന് നീട്ടിത്തരാവോ? എനിക്കും തങ്ങളുടെ കൈക്ക് മുത്തം തരാൻ ഒരു പൂതിയുണ്ട്, വല്ലാത്ത ആഗ്രഹമുണ്ട്. റൗലന്റെ വാതിൽ തുറന്നു. ആ കൈ അങ്ങ് നീണ്ടുവന്നു. തുരുതുരാ മുത്തം കൊടുത്തു. 500 പേര് ആ കറാമത്തങ്ങ് കണ്ടു. ഈ അഹമ്മദുൽ കബീറിന് എങ്ങനെയാ തങ്ങൾ കൈ നീട്ടിക്കൊടുക്കാതിരിക്കുക? പാവങ്ങളുടെ ഇഷ്ടത്തോഴനല്ലേ, യതീമക്കൾ കുപ്പയെ പോലെ ജീവിച്ച ആളല്ലേ. എന്തിന്? ഒരു പൂച്ചൻ ഉറക്ക് പോലും ശല്യപ്പെടുത്താതെ. ഒരു നായ കുഷ്ഠരോഗം പിടിച്ചു വന്നപ്പോൾ 40 ദിവസത്തേക്ക് ആ നായക്ക് വേണ്ടി ടെന്റ് കെട്ടി രാവിലെയും വൈകുന്നേരം അതിന് മരുന്ന് വെച്ചു കൊടുത്ത് 41ാമത്തെ ദിവസം ആ നായ രോഗമുക്തമായി തിരിച്ചു പോകുമ്പോൾ അൽഹംദുലില്ലാഹ് അഹമ്മദിന്റെ ജീവിതം മുതലായി എന്ന് ചിന്തിക്കുന്ന ഈ അഹമ്മദ് മോന് മദീനയിലെത്തുമ്പോൾ എങ്ങനെയാ കൂട്ടുകാരെ ആ റൗള ഷരീഫിൽ നിന്ന് കൈ നീളാതിരിക്കുക? പച്ച മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ജാടകൾ അവസാനിപ്പിക്കണം. ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും, പാവങ്ങളെ നന്നായി ഇഷ്ടപ്പെടണം. രണ്ടാമത്തെ അവിടുത്തെ ഉപദേശം, അമറനി അൻ അൻളുറ ഇലാ മൻ ഹുവ തഹ്തി, മോനെ അബൂദർറെ, താഴെ ഉള്ളവരിലേക്ക് എപ്പോഴും നോക്കണം. വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ ഉണ്ടാവുന്ന മെച്ചം ശുക്ർ ചെയ്യാനുള്ള ഖൽബുണ്ടാകും. മുട്ടുവേദനയുള്ള ഒരാൾ ചിന്തിക്കുക, കാലനില്ലാത്ത എത്ര ആളുണ്ട്, അപ്പോൾ പിന്നെ അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. 800 ആൾട്ടോ ഓടിക്കുന്ന ഒരാൾക്ക് ചിന്ത, എന്താ വലിയൊരു കാറൊന്നും വാങ്ങാൻ എനിക്ക് വകുപ്പില്ലാത്തത് എന്നല്ല ചിന്തിക്കേണ്ടത്. വെയിലത്ത് നടന്നു പോകുന്ന ബൈക്ക് പോലും വാങ്ങാൻ കഴിവില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട് എന്നാലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ആരോഗ്യത്തിന്റെ വിഷയമാണെങ്കിലും സമ്പത്തിന്റെ വിഷയമാണെങ്കിലും നമ്മളെക്കാൾ താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടിയ നിഅമത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവും, തിരിച്ചറിയും. എന്ന് മാത്രമല്ല നമുക്ക് ശുക്റിന്റെ ഖൽബുണ്ടാവും, നന്ദി ചെയ്യാനുള്ള മനസ്സുണ്ടാവും. വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. വലിയ വലിയ ആജിക്കന്മാരുടെ കൂടെയും പണക്കാരുടെ കൂടെയും ജീവിച്ചാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ എപ്പോഴും ജാടുണ്ടാവും. നിങ്ങൾ കാണുന്നില്ലേ, വലിയ വലിയ ടീമിന്റെ PA, വലിയ വലിയ ടീമിന്റെ സർവൻ്റ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറബിയിൽ ഖാദിമെന്നായിരിക്കും, വേറെ തന്നെ ലെവല് വർത്താനായിരിക്കും ഓരെ. അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവരുത്. ഒരു പാവമായിട്ട് ജീവിക്കണം, എപ്പോഴും പാവമായി ജീവിക്കണം. മുകളിലുള്ളവരിലേക്ക് നോക്കിയാലുള്ള പ്രശ്നം ആർത്തി ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ഫോൺ വാങ്ങി ആകെ 3 മാസേ ആയിട്ടുള്ളൂ ഫോൺ വാങ്ങിയിട്ട്. ഒരു ഡാമേജും ഇല്ല. ഡാമേജ് ഇല്ലാന്ന് മാത്രമല്ല അത്രയും ക്ലിയർ, ഇന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഉപ്പ ഗൾഫിൽ നിന്ന് വന്നത്. ഉപ്പയുടെ അറബി അല്ലെങ്കിൽ ബോസ് ഒരു പുതിയ ഐഫോണ് ഉപ്പയ്ക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പെട്ടി പൊളിക്കുന്ന സമയത്ത് ആ ഫോൺ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് വേറെ ആർക്കെങ്കിലും ഉപ്പ കൊടുക്കുന്നതായിരിക്കും എന്ന് കരുതി നെവർ മൈൻഡ് ചെയ്തു. പിറ്റേന്നും ആ ഫോൺ പെട്ടി പൊളിക്കാതെ മേശപ്പുറത്ത് കണ്ടപ്പോൾ ഉമ്മനോട്, അതാരതാ? അറിയില്ല മോനെ. ഉപ്പ ലുഹ്റസ്കരിച്ചു കഴിഞ്ഞിട്ട്, ഉപ്പ അതാരതാ? അത് ആരതെന്നൊന്നുമില്ല, എനിക്ക് ബോസ് തന്നതാണ്, എനിക്ക് ഫോൺ ആവശ്യമൊന്നുമില്ല, എനിക്ക് 5 മക്കളുണ്ടല്ലോ, 2 പുതിയ പിള്ളേരും ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ട് എന്ന് കരുതിയതാണ്. നമ്മളെ ഫോണാണെങ്കിൽ 3 മാസം മുന്നേ ഉപയോഗം തുടങ്ങിയ പുതിയ ഫോണാണ്. ഈ ഫോണാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാമെന്ന് ഉപ്പ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കല്? ആർക്കും വേണ്ടെങ്കിൽ. ഇതിനാണ് ആർത്തി എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇതിനാണ് ആർത്തി. ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, പത്തിരി, മന്തി എല്ലാം കഴിച്ച് എന്നിട്ടും ചോദിക്കൽ എന്താ? പുഡിംഗ് ഇല്ല, ഐസ്ക്രീം ഒന്നുമില്ല. ഇതിനെ ആർത്തിയുടെ വേറൊരു ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതല്ലാത്ത ആർത്തി ഉണ്ടാവും. നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാവും, എന്നാലും +2 പെൺപിള്ളേർ പോകുമ്പോൾ നോക്കും. എന്നാൽ അതിലൊരു പെണ്ണിന് ഇയാൾക്ക് കെട്ടിച്ചു കൊടുത്ത് മസനാന്നുണ്ടല്ലോ ഖുർആനിൽ, എന്നാലും ഡിഗ്രി പെൺപിള്ളേർ കോളേജ് വിട്ടിട്ട് പോകുമ്പോൾ നോക്കും. അങ്ങനെ തന്നെ ആർത്തിയോട് ആർത്തി എത്ര കിട്ടിയാൽ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണത്? വലിയ ടീമിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആർത്തി ഉണ്ടാവും. അങ്ങനെ നോക്കരുതേ, മുകളിലുള്ളവരെ നോക്കരുതേ എന്ന്. താഴെ
താഴെയുള്ളവരിലേക്ക് നോക്കണം. ഏത് വിഷയത്തിൽ? ദുനിയാവിന്റെ വിഷയത്തിലാണ് താഴെയുള്ളവരിലേക്ക് നോക്കണം എന്ന് പറയുന്നത്. ആഖിറത്തിന്റെ വിഷയത്തിൽ എപ്പോഴും മുകളിലുള്ളവരിലേക്ക് തന്നെ നോക്കണം. ആ ഉസ്താദിന്റെ അല്ലേ ഇബാത്തുണ്ടോ? ആ അജിക്കൽ എത്ര വിത്ത് നിസ്കരിക്കണത്? ഇപ്പോഴും ഡെയിലി വിത്ത് 11 നിസ്കരിക്കുന്ന നല്ല പ്രവർത്തകരുണ്ട്. എല്ലാ മാസവും ഒരു ഖത്ം ഓതി തീർക്കുന്ന SOS കാരനെ എനിക്ക് പരിചയമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ടത്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും താഴെ നോക്കാൻ പാടില്ല. ഉമ്മ ഈ കുട്ടിനോട് പറഞ്ഞ്, എന്താണ് നീ വലിയ സംഭവമായിട്ട് ഇങ്ങനെ സുബിയെ കലാക്കുന്നത്? കലായിട്ടൊന്നുമില്ല. കലായിട്ടില്ലാന്നോ? 6:48 നീ നിസ്കരിച്ചത്? അതെ. പിന്നെ എന്താ കലായിട്ടില്ലാന്ന് പറയുന്നത്? 6:50 കലായില്, 6:48 ഞാൻ നിസ്കരിച്ചത്. യാ റബ്ബേ. പിന്നെ ഇവന്റെ ഭാഗം ഒരു മാസ് ഡയലോഗും. ഉമ്മ ഒന്ന് പുറത്തിറങ്ങി നോക്ക്, നമ്മുടെ സുഹൃത്തുക്കളായ ക്യാമ്പസിലെ കുട്ടികൾ നിസ്കരിക്കലൊന്നുമില്ല, ഞാൻ പിന്നെ നിസ്കരിക്കെങ്കിലും ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും താഴേക്ക് നോക്കാൻ പാടില്ല, അത് മുകളിലേക്ക് തന്നെ നോക്കണം.